നമസ്കാരം. ഞാൻ KU ഷാജി ശർമ്മ. വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലാണല്ലോ നാം എല്ലാവരും ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സംഘടനയായിട്ടുള്ള AINFൻ്റെ സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് മാസം 16-17 തീയതികളിൽ കൊല്ലം പരവൂരിൽ വെച്ച് നടക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ആ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഓരോ ജില്ലകളിലും നമ്മുടെ ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞു. വളരെ വിജയകരമായി നമുക്ക് ആ സമ്മേളനങ്ങളൊക്കെ നടത്താനും കഴിഞ്ഞു. സ്വാഭാവികമായൊരു പഴഞ്ചൊല്ലുണ്ട്, കായ്ക്കുന്ന മാവിൽ മാങ്ങയുള്ള മാവിലേക്കാണ് കല്ലെറിയുക എന്ന് പറഞ്ഞതുപോലെ വളർന്നു വന്ന് 7 വർഷം കൊണ്ട് വളർന്ന് പന്തലിച്ച് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വ്യാപിച്ച AINF എന്ന് പറയുന്ന നിധി കമ്പനികളുടെ കൂട്ടായ്മയായിട്ടുള്ള ഈ സംഘടനയ്ക്കെതിരെ ചില വ്യക്തികൾ ചില ആരോപണങ്ങളൊക്കെ നടത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. സംഘ നിർദ്ദേശപ്രകാരം ഞങ്ങൾ വേറെ സംഘപരിവാർ സംഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേറൊരു സംഘടന രൂപീകരിക്കുന്നു എന്ന തരത്തിലൊക്കെ ചില തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ, തിരുവനന്തപുരം പോലെയുള്ള ജില്ലകളിൽ ചില ആളുകൾ ചില മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടിയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ മീറ്റിങ്ങിൽ നമ്മുടെ സംഘടനയെക്കുറിച്ചും എന്നെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും നമുക്ക് കൃത്യമായി പറയാനുള്ള ഒരാശയം, തുടക്കം മുതൽ ഈ AINF എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മളെടുത്തിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ഹൈന്ദവ സമൂഹത്തിലെ തൊഴിൽരഹിതരായ യുവതി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് AINFനുള്ളത്. ഒപ്പം തന്നെ ഇതൊരു സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ ഫൗണ്ടേഷൻ ആക്ട് അനുസരിച്ച് ആൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ എന്ന പേരിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഉള്ളത്. AINF എന്ന് പറയുന്ന സംഘടന ഒരു പരിവാർ സംഘടനയല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ പോഷക സംഘടനയുമല്ല. തികച്ചും സ്വതന്ത്രമായി കേരളത്തിൽ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് AINF എന്ന് പറയുന്ന സംഘടന. അതിലാർക്കും ഒരു തെറ്റിദ്ധാരണയുടെയും ആവശ്യമില്ല. AINF ഒരു സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്കകത്ത് 98% ആളുകളും സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അതിലെ അംഗങ്ങൾ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ച് അതൊരു സംഘപരിവാർ സംഘടനയല്ല. നമ്മളെവിടെയും ഇതൊരു സംഘപരിവാർ സംഘടനയാണ് എന്ന് അവകാശപ്പെട്ടിട്ടുമില്ല. അപ്പോൾ യഥാർത്ഥ സംഘപരിവാർ പ്രസ്ഥാനം ഞങ്ങൾ രൂപീകരിക്കാൻ പോകുന്നു എന്ന തരത്തിലൊക്കെയാണ് ഒരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് സംഘം പോലെയുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് പല ആളുകളും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രവർത്തിക്കുന്ന നിധി കമ്പനികൾ എന്ന ധനകാര്യ സ്ഥാപനങ്ങൾ, മൈക്രോ ഫിനാൻസുകൾ, അതുപോലെ തന്നെ ഫൗണ്ടേഷനുകൾ, ചിറ്റ് ഫണ്ടുകൾ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത് ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സമൂഹത്തിൽ തൊഴിൽരഹിതരായ ആളുകൾക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ടതാണ് AINF എന്ന് പറയുന്ന സംഘടന. എന്തായാലും ആ സംഘടനയുടെ 7ാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിട്ടുള്ള പ്രശസ്ത സിനിമാ താരവുമായിട്ടുള്ള ശ്രീ സന്തോഷ് K. നായർ അവർകളാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ ഗോപകുമാർ, BJPയുടെ തിരുവനന്തപുരം മേഖലയുടെ ചുമതലയുള്ള ശ്രീ ഗോപകുമാർ മേഖലാ പ്രസിഡൻ്റാണ് അദ്ദേഹമാണ് നമുക്ക് വേണ്ടി ആ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്. നമുക്ക് വേണ്ട സംഘടനാ സന്ദേശം നൽകുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ദക്ഷിണ കേരളത്തിൻ്റെ കാര്യകാരി സദസ്യനായിട്ടുള്ള ശ്രീ V. മുരളീധരൻ ചേട്ടനാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ വികസിത ഭാരതത്തിൽ നിധി കമ്പനികളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ പങ്ക് എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ശ്രീ NK വിനോദേട്ടനാണ്. RSSൻ്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന പ്രചാരകന്മാരിൽ ഒരാളും ലഘു ഉദ്യോഗ ഭാരതിയുടെ ദേശീയ സഹ സംഘടനാ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ NK വിനോദേട്ടനാണ് വികസിത ഭാരതത്തിൽ നിധി കമ്പനികളുടെ പങ്ക് എന്ന വിഷയത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.
അപ്പോൾ വളരെ വിശദമായ സംഘടനയുടെ ഒരു വർഷത്തെ കാര്യപദ്ധതികളെ സംബന്ധിച്ച് ചർച്ചയും മുന്നോട്ട് എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുമൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാർഷിക പൊതുയോഗം, 7ാമത്തെ വാർഷിക പൊതുയോഗം കൊല്ലത്ത് വെച്ച് നടക്കുന്നത്. നിങ്ങളെല്ലാവരും ആ പൊതുയോഗത്തിൽ പങ്കെടുക്കണം. എല്ലാ നിധി കമ്പനികളുടെയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 550ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആ വാർഷിക പൊതുയോഗം വൻ വിജയമാക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.